നമസ്തേ. ഓം ശ്രീമാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 10/6/2025, അതായത് കൊല്ലവർഷം 1200 ആണ്ട് ഇടവമാസം 27 ശുക്ലപക്ഷ ചതുർദശി തിഥിയും അന്ന് തന്നെ 13 നാഴികയ്ക്ക് മാത്രമാണ് ചതുർദശി തിഥി ഉള്ളത്. ചതുർദശി 13 നാഴിക 43 വിനാഴികയ്ക്കേ ഉള്ളൂ. അതായത് 6:01 PM വരെയാണ്. 6:01 PM വരെയാണ് ചതുർദശി തിഥി വരുന്നത്. അപ്പൊ പൗർണമി ഒരിക്കൽ എടുക്കുന്നവർക്ക് ഈ ദിവസം തന്നെ വൈകിട്ട് 6 മണി മുതൽ വ്രതം എടുക്കുന്നത് നല്ലതാണ്. 6:01 PM മുതൽ നമുക്ക് വ്രതം എടുത്താൽ പിറ്റേ ദിവസം 28 8:10 വരെയാണ് പൗർണമി വരുന്നത്. അപ്പോൾ പൗർണമി വ്രതം എടുക്കുന്നവർ 27 അതായത് ഇടവമാസം 27 ചൊവ്വാഴ്ച വൈകിട്ട് 6:01 PM മുതൽ വ്രതം എടുക്കുകയും പിറ്റേ ദിവസം 8:01 PM വരെ 6:01 PM മുതൽ 8:01 PM വരെയാണ് വ്രതം എടുക്കേണ്ടത്, പൗർണമി വ്രതം എടുക്കേണ്ടത്. അപ്പോഴാണ് പൗർണമിയുടെ ഒരു സമാപ്തി വരിക. അപ്പൊ തീർച്ചയായിട്ടും സൂര്യോദയം വരുന്നത് ഈ ദിവസം, അതായത് 10/6/2025 6:07 AM ഉദയം വരുന്നത്. 6:41 PM അസ്തമനം വരുന്നത്. രാഹുകാലം 3:33 PM മുതൽ 5:07 PM വരെയും, ഗുളികകാലം 12:24 PM മുതൽ 1:58 PM വരെയും, യമകണ്ഠകാലം 9:15 AM മുതൽ 10:50 AM വരെയുമാണ്. അഭിജിത്ത് മുഹൂർത്തമാകട്ടെ 12 PM മുതൽ 12:22 PM വരെയും, 12:26 PM മുതൽ 12:48 PM വരെയും തുടരുന്നു. ചന്ദ്രാഷ്ടമം വരുന്നത് മേടം രാശിക്കാർക്കാണ്. പൗർണമി ദിവസം സിദ്ധ നിത്യയോഗമാണ്. ശകവർഷപ്രകാരം ജ്യേഷ്ഠമാസം 20-ാം തീയതിയുമാണ്. ഈ ദിവസം എല്ലാവരും ചൊവ്വാഴ്ചയായതുകൊണ്ട് സുബ്രഹ്മണ്യ സ്വാമിയെയും ഭദ്രകാളി അമ്മയെയും പ്രാർത്ഥിക്കുന്നത്, ചുവപ്പ് വസ്ത്രം ധരിക്കുന്നതൊക്കെ ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകമാകും. ഇടവൻ രാശിയിൽ ഉദയവും ഇടവൻ രാശിയിൽ സൂര്യനും വരുന്നു. ചന്ദ്രൻ വരുന്നത് വൃശ്ചിക രാശിയിലാണ്, അനിഴ നക്ഷത്രം ആയതുകൊണ്ട് ഈ ദിവസം തന്നെ നമ്മൾക്ക് മൈത്രേയ മുഹൂർത്തമുണ്ട്. ആ മൈത്രേയ മുഹൂർത്തം കൂടി അറിയുന്നത് നന്നായിരിക്കും. 10/6/2025 5:10 PM മുതൽ 6 PM വരെ വൃശ്ചിക രാശിയും വൃശ്ചിക ലഗ്നവും വരുന്ന ദിവസം, അതായത് അനിഴ നക്ഷത്രം വരുന്ന ദിവസം, അതായത് 5:10 PM മുതൽ 6 PM വരെയുള്ള മുഹൂർത്തത്തെ നമ്മൾ മൈത്രേയ മുഹൂർത്തമായി കാണാറുണ്ട്. ഈ മൈത്രേയ മുഹൂർത്തത്തിൽ ഇടവമാസത്തിലെ അവസാനത്തെ മൈത്രേയ മുഹൂർത്തമാണ് 10/6/2025, അതായത് 1200 ആണ്ട് ഇടവം 27 5:10 PM മുതൽ 6 PM വരെയുള്ള ഒരു മൈത്രേയ മുഹൂർത്ത സമയത്ത് ഓരോരുത്തരും അവരുടെ ആവശ്യപ്രകാരം അവരവർക്ക് മനസ്സിൽ ആവശ്യമുള്ള ഒരു കാര്യം ഒരു പേപ്പറിൽ എഴുതിയിട്ട് ഒരു കോയിനും ഒരു രൂപയും ഒരു കറൻസിയും ഒരു കോയിനും എടുത്തു വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ആ ആഗ്രഹം അടുത്ത മൈത്രേയ മുഹൂർത്തത്തിന് മുമ്പായി നടക്കുമെന്നുള്ളത് ഒരു വിശ്വാസമാണ്. ഒരുപാട് പേർക്ക് അനുഭവം കിട്ടിയിട്ടുള്ളതാണ്. നമ്മൾക്കും നമ്മുടെ ആവശ്യം നടന്നു കിട്ടണമെന്ന് പ്രാർത്ഥിച്ച് എഴുതി വയ്ക്കൂ. തീർച്ചയായും കാര്യം നടന്നു കഴിയുമ്പോൾ ഈ കറൻസിയും ഈ കോയിനും ഏതെങ്കിലും പള്ളിയിലോ ക്ഷേത്രത്തിലോ ഭണ്ഡാരത്തിൽ സമർപ്പിക്കുന്നത് നന്നായിരിക്കും. ഇനിയല്ല, ആ ആവശ്യം ആവശ്യം നടക്കാനുള്ള സാധ്യത വന്നു എങ്കിൽ ആ ആവശ്യത്തിനായിട്ടും ഈ പൈസ ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും മൈത്രേയ മുഹൂർത്തം കൂടിയായ ഈ ദിവസം പൗർണമി 6:10 മുതൽ പൗർണമി തുടങ്ങും. അപ്പൊ പൗർണമി തുടങ്ങുന്നതിന് മുമ്പുള്ള മുഹൂർത്തം 6 മണി വരെയുള്ള സമയത്ത് ഈ മൈത്രേയ മുഹൂർത്തത്തിൽ ഇത് എഴുതി വെക്കുന്നതും വളരെ നന്നായിരിക്കും. ഗുളികോദയം വരുന്നത് 2 രാശിയിലാണ്. ഒരു ദിവസം 2 പ്രാവശ്യം ഗുളികോദയം ഉണ്ടാകും. 27 അതായത് ഇടവമാസം 27 ചൊവ്വാഴ്ച
പരിശോധിക്കാം. 6:54 AM കർക്കിടകൻ രാശിയിൽ, 1:53 PM ധനുരാശിയിലും, 18 നാഴിക 54 വിനാഴികയ്ക്ക്, അതായത് രാത്രി 1:53 കർക്കിടകൻ രാശിയിലും പിന്നീട് ധനുരാശിയിലുമായിട്ടാണ്, 2 രാശിയിലായിട്ടാണ് ഗുളികോദയം വരുന്നത്. 27-ാം തീയതി രാത്രിയിലാണ് ഗുളികോദയം വരുന്നത്. 6:54 PM വന്നിട്ട് പിറ്റേ ദിവസം 1:53 വരുന്നുണ്ട്, ഉച്ചയ്ക്കും വരുന്നുണ്ട്. അപ്പം രാവിലെ ഗുളികോദയം കർക്കിടകൻ രാശിയിലാണ്, ഉച്ചയ്ക്ക് 1:53 1 നാഴിക 53 വിനാഴികയ്ക്ക്, 1 നാഴിക 53 വിനാഴികയ്ക്ക് ധനുരാശിയിലേക്കും ഗുളികോദയം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഗുളികോദയം 2 രാശിയിലാണ് എല്ലാ ദിവസവും വരുന്നത്. 27 അതായത് കൊല്ലവർഷം 1200 ആണ്ട് ഇടവമാസം 27-ാം തീയതി ആദ്യത്തെ ഉദയം കർക്കിടകൻ രാശിയിൽ ഉദയത്തിൽ, പിന്നീട് 1:53 ധനുരാശിയിലും വരുന്നതാണ്. 1 നാഴിക 53 വിനാഴിക ഉള്ളപ്പോൾ ധനുരാശിയിലേക്കും ഗുളികോദയം ഉണ്ടാവും. 27 നക്ഷത്രക്കാരുടെയും രാശിഫലം എന്ന് പറയുമ്പോൾ, മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചൊവ്വാഴ്ചയും അനിഴ നക്ഷത്രവും ആയതുകൊണ്ട് തന്നെ ബന്ധുക്കളുടെ സഹായം ധാരാളമായി ലഭിക്കുന്നതാണ്. സ്ഥാനമാനങ്ങളൊക്കെ കിട്ടും. വീട് മോടി പിടിപ്പിക്കാനുള്ള സാധ്യത വന്നു ചേരുന്നതാണ്. ഗ്രഹത്തിൽ സന്തോഷവും സൗഭാഗ്യങ്ങളും സർവ്വ ഐശ്വര്യമൊക്കെ വന്നു ചേരും. പഴയ ശത്രുക്കളുടെ ഉപദ്രവം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേക പ്രാർത്ഥനകൾ ആവശ്യമാണ്. ഇണയുമായി അഭിപ്രായ വ്യത്യാസം വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ഉദ്ദേശിക്കുന്ന രീതിയിൽ നടന്നു കിട്ടുവാനും അല്പം ബുദ്ധിമുട്ടുകൾ വരും. സുബ്രഹ്മണ്യ സ്വാമിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. മാനസിക സംഘർഷം ഉണ്ടാവുമെങ്കിലും കുട്ടികളുടെ പിന്തുണയോടുകൂടി, സന്താനങ്ങളുടെ പിന്തുണയോടുകൂടി എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും. സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കും. സാമൂഹ്യ മേഖലയിൽ ഇടപെട്ട് പ്രവർത്തിക്കും. ആരോഗ്യപരമായി അല്പം നന്നായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവിധ ഐശ്വര്യവും നിലനിർത്തി കൊണ്ടുപോകാൻ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത്, സുബ്രഹ്മണ്യ സ്വാമിക്ക് പനിനീര് അഭിഷേകം കഴിക്കുന്നതും ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതും ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകമാകും. കാരണം പൗർണമി തിഥി വൈകുന്നേരം തുടങ്ങുന്നത് കൊണ്ട്, 6:10 മുതൽ പൗർണമി തിഥി തുടങ്ങുന്നത് കൊണ്ട് പൗർണമി ഒരിക്കൽ ആരംഭിക്കുന്നതും നന്നായിരിക്കും. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉന്നത ഉദ്യോഗസ്ഥർക്ക് സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങളും അംഗീകാരങ്ങളും ഒക്കെ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. കീഴ് ജീവനക്കാരുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മനസ്സ് വേണ്ട കാര്യങ്ങളിലൊക്കെ കേന്ദ്രീകരിച്ച് മാനസിക സംഘർഷങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുവാൻ നന്നായി പരിശ്രമിക്കേണ്ടതാണ്. എല്ലാവിധ പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള ഒരു ആർജവം വന്നു ചേരും. അതുപോലെ തന്നെ കഠിന പ്രയത്നത്താൽ കർമ്മരംഗം ശരിയാക്കിയെടുക്കാൻ സാധിക്കും. കർമ്മരംഗത്തുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറി നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. സാമ്പത്തിക ഉയർച്ച ഉണ്ടാകും. ശാരീരിക ബുദ്ധിമുട്ട് കുറയുന്ന സമയമാണ്. കലാകാരന്മാർക്ക് തങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുവാൻ അവസരം ലഭിക്കും. അംഗീകാരങ്ങൾ തേടിയെത്തും. വാക്ചാതുര്യത്താൽ ഉന്നതന്മാരെ വശത്താക്കാൻ സാധിക്കും. തൻ്റെ ഇടത്തോടുകൂടി സംസാരിക്കുവാൻ കഴിയും. ഒരു പരിധിവരെ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങളെല്ലാം അനുകൂലത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നതുകൊണ്ട് രാശിനാഥയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം സുബ്രഹ്മണ്യ സ്വാമിയെയും ഭദ്രകാളി അമ്മയെയും പ്രാർത്ഥിക്കുകയും പൗർണമി വ്രതം 6:10 മുതൽ പൗർണമി വ്രതം എടുക്കുന്നതും നന്നായിരിക്കും. മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സംഗീതം, നൃത്തം എന്നിവ കൈകാര്യം ചെയ്യുന്നവർക്ക് സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. അംഗീകാരവും സ്ഥാനമാനങ്ങളും ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ സാമ്പത്തികമായി അല്പ ഉന്നമനവും സംതൃപ്തിയും ഒക്കെ ലഭിക്കും. ക്രൂരമായ വാക്കുകൾ ഉപയോഗിക്കുന്നതിലൂടെ ബന്ധുക്കളൊക്കെ ശത്രുതയായി തീരാനുണ്ട്. അതുകൊണ്ട് വാക്കുകൾ മയപ്പെടുത്തി സംസാരിക്കുവാൻ ശ്രമിക്കണം. സന്താനങ്ങളെ കൊണ്ട് അല്പം സാമ്പത്തിക മേന്മയൊക്കെ വന്നു ചേരുന്നതാണ്. അവരുടെ പ്രവർത്തനങ്ങൾ
മുഖങ്ങളിൽ സന്തോഷം തോന്നിയിട്ട് സന്താനങ്ങളെ സുഹൃത്തുക്കളെ പോലെ കണ്ട് സംസാരിക്കുമ്പോൾ കൂടുതൽ സന്തോഷവും സമാധാനവും കുടുംബത്തിൽ വന്നു ചേരും. അവരുമായിട്ടുള്ള അവരുടെ മനസ്സിലുള്ളതെല്ലാം വായിച്ചെടുക്കുവാനുള്ള ഒരു ശ്രമം നടത്തുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ വ്യാപാരികൾക്ക് നല്ല കർമ്മസംബന്ധമായി വിജയം വരുന്ന സമയമാണ്. ജ്യോതിഷികൾക്ക് പേരും പ്രശസ്തിയും ഒക്കെ വന്നു ചേരും. സാമ്പത്തിക നേട്ടം വന്നു ചേരും. സജ്ജനങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരാനായിട്ട് പ്രത്യേകം സാധ്യതകളുണ്ട്. അതിനൊക്കെ മനസ്സറിഞ്ഞ് പ്രവർത്തിച്ച എല്ലാ ദോഷങ്ങളും മാറുവാനായി ശ്രമിക്കണം. കലാപ്രവർത്തകർക്ക് സർക്കാരിൽ നിന്നുള്ള സഹായം ലഭിക്കുമെങ്കിലും എല്ലാ കാര്യങ്ങളും നന്നായി ശ്രദ്ധിച്ച് പ്രവർത്തിക്കുന്നത് നന്നായിരിക്കും. രാശിനാഥനായ ബുധൻ രാശിയിൽ തന്നെ നിൽക്കുന്നത് കൊണ്ട്, വ്യാഴവും ബുധനും ഒരുമിച്ച് നിൽക്കുന്നത് കൊണ്ട് ശ്രീകൃഷ്ണസ്വാമിയെയും ശ്രീരാമസ്വാമിയൊക്കെ പ്രാർത്ഥിക്കുന്നതും സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും മൂലം കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകുവാൻ സാധിക്കും. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സന്താനങ്ങളുടെ ഗുണാനുഭവങ്ങളിലൊക്കെ സന്തോഷം വന്നു ചേരുന്ന സമയമാണ്. സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം. കാര്യവിജയം ഉറപ്പുവരുത്താം. ആസൂത്രണ മികവ് കൊണ്ട് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുവാൻ സാധിക്കും. ബന്ധുജന സൗഖ്യം പ്രതീക്ഷിക്കാം. സ്ഥാനപ്രാപ്തി, ഉയർന്ന സ്ഥാനലബ്ധിക്കുള്ള യോഗം കാണുന്നുണ്ട്. അതുവഴി നല്ല ഗുണാനുഭവങ്ങളും വന്നു ചേരും. കൂടുതൽ ഗുണാനുഭവങ്ങൾ വന്നു ചേരുമ്പോൾ അഹങ്കാരവും അസൂയയും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ദീർഘനാളായി ചികിത്സയിൽ കഴിയുന്നവരുടെ ആരോഗ്യനിലയൊക്കെ മെച്ചപ്പെടും. പ്രതാപവും ബന്ധുജന സംഗമം മൂലം അധികാര ലബ്ധിയുമൊക്കെ വന്നു ചേരുന്ന ഇതാണ്. ബന്ധുജനങ്ങളുമായിട്ട് നല്ലൊരു ഐക്യത്തിൽ പ്രവർത്തിക്കുവാനും അതുപോലെ തന്നെ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുവാനും യോഗമുള്ളത് കൊണ്ട് രാശിനാഥയായ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നത്, പൗർണമി വ്രതം എടുക്കുന്നത്, സുബ്രഹ്മണ്യ സ്വാമിയും ഭദ്രകാളി അമ്മയൊക്കെ പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള സാധ്യത വളരെയുണ്ട്. കാര്യങ്ങൾ ചിട്ടപ്പെടുത്തി ചെയ്യുന്നത് നന്നായിരിക്കും. സുഹൃത്തുക്കളിൽ നിന്ന് സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിക്കും. ബന്ധുസുഖവും അർത്ഥലാഭവും ഒക്കെ ലഭിക്കാം. ശത്രുനാശം വരുന്നതാണ്. സ്ഥാനലബ്ധി വരുമ്പോൾ അർഹിക്കുന്ന സ്ഥാനലബ്ധി തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തണം. കാരണം പിന്നീട് ഒരു തിരിച്ചുപോക്കിന് ശ്രമിക്കാതിരിക്കുക. ഏറ്റവും കിട്ടിയ സ്ഥാനമാനങ്ങൾ നിലനിർത്തി കൊണ്ടുപോകാൻ നന്നായി പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ കുടുംബസുഖം അനുഭവിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. എന്നാൽ അകാരണമായി ശത്രുദോഷം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ വാഗ്വിലാസത്തിലൂടെ നന്നായി സംസാരിച്ച് മറ്റുള്ളവരുടെ മനസ്സ് കീഴടക്കാനും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ശ്രദ്ധ തന്നിലേക്ക് ആകർഷിക്കുവാനുള്ള ഒരു ചാതുര്യം നിലനിർത്തിക്കൊണ്ടു പോവുക. ഭക്ഷണഭോഗ സുഖം ലഭിക്കും. വസ്ത്രലാഭവും വന്നു ചേരും. ദാമ്പത്യ സുഖം ലഭിക്കുവാനുള്ള യോഗവും കാണുന്നു. ഗുണാനുഭവങ്ങൾക്കായി കഴിയുന്നതും സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ദുർഗാദേവിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ ദിവസം ഐശ്വര്യപൂർണമായി തീരുന്നതാണ്. സുബ്രഹ്മണ്യ സ്വാമിക്ക് യഥാശക്തി വഴിപാട് കഴിക്കുന്നത് നന്നായിരിക്കും. കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വരവ് വർദ്ധിക്കുന്ന സമയമാണ്. സുഖ സൗകര്യങ്ങൾക്കായി ധാരാളം പണം ചെലവഴിക്കേണ്ടതായി വരും. ആഭരണങ്ങളൊക്കെ വാങ്ങുന്നതിനുള്ള യോഗം കാണുന്നുണ്ട്. സാമ്പത്തികം വന്നു ചേരാനുള്ള ഒരു യോഗവും കാണുന്നുണ്ട്. വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനലാഭത്തിനുള്ള ഒരു സാധ്യത തെളിഞ്ഞു വരുന്നു. അതുപോലെ തന്നെ ബന്ധു കലഹത്തിന് ഇടവരുന്നതാണ്. അതുകൊണ്ട് ബന്ധുക്കളുമായി അനാവശ്യ ചർച്ചകളൊക്കെ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ അല്പം ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നത് മൂലം മറ്റുള്ളവരുടെ ഇഷ്ടക്കേടുകളൊക്കെ സമ്പാദിക്കുവാനുള്ള യോഗമുണ്ട്. അതുകൊണ്ട് കർമ്മത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക. പൊതുപ്രവർത്തകർക്ക് സ്ഥാനമാനങ്ങളും ബഹുമാനവും ഒക്കെ ലഭിക്കും. ആരോഗ്യം മെച്ചപ്പെടും. ശത്രുക്കളൊന്ന് കരുതിയിരിക്കുന്നത് നന്നായിരിക്കും. അരുതാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഉള്ള താല്പര്യമൊക്കെ നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം ലഭിക്കും
ലഭിക്കാനുള്ള യോഗം കാണുന്നു. ലോഹ വ്യാപാരികൾക്ക് അനുകൂല സമയമാണ്. വ്യാപാരത്തിൽ അഭിവൃദ്ധിയും പ്രതീക്ഷിക്കാം. രാശിനാഥയായ മൂകാംബിക ദേവിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ദുർഗാദേവിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ശുഭമായി തീരുന്നതാണ്. തുലാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പാത്രങ്ങള്, പാചകത്തിനാവശ്യമായ സാധനങ്ങളൊക്കെ കച്ചവടം നടത്തുന്നവർക്ക് അനുകൂലമായ സമയമാണ്. കച്ചവടത്തിൽ ലാഭം പ്രതീക്ഷിക്കുക. കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും ഒക്കെ വന്നു ചേരും. സഹപ്രവർത്തകരാൽ വഞ്ചിതരാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉദ്യോഗസ്ഥർക്ക് നഷ്ടപ്പെട്ട സ്ഥാനക്കയറ്റം വീണ്ടും ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. വീട് വാങ്ങുവാനുള്ള യോഗം വന്നു ചേരുന്നതാണ്. ശത്രുക്കളുമായി രമ്യതയിൽ കഴിയും. അതുപോലെ ഗ്രഹം വാങ്ങിക്കുകയും അത് മോടി പിടിപ്പിക്കുകയും ചെയ്യും. ധാരാളം യാത്രകൾ ആവശ്യമായി വന്നേക്കും. ഇണയുമായി അകന്ന് താമസിക്കേണ്ട സാഹചര്യം വരും. യാത്രാമധ്യേ ആപത്തുകൾ വരാതിരിക്കാൻ പ്രത്യേകം കരുതിയിരിക്കുക. കായിക മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് വിജയസാധ്യത, അതായത് ഗുസ്തി, കളരി അഭ്യസിക്കുന്നവർക്കൊക്കെ അനുകൂല സമയമാണ്. സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുവാനുള്ള യോഗം കാണുന്നു. അതുപോലെ തന്നെ സന്താനങ്ങളുമായിട്ട് നല്ല രീതിയിൽ പോവാനും യോഗം കാണുന്നുണ്ട്. നേത്രരോഗം വരാതിരിക്കുന്നതിന് പ്രത്യേകം ശിവങ്കൽ പ്രാർത്ഥന നടത്തുന്നത് നന്നായിരിക്കും. ചൊവ്വാഴ്ച ആയതുകൊണ്ട് സുബ്രഹ്മണ്യ സ്വാമിക്ക് പനിനീരഭിഷേകം കഴിക്കുന്ന ഭദ്രകാളി അമ്മയെ പ്രാർത്ഥിക്കുന്നതും മൈത്രേയ മുഹൂർത്തത്തിൽ ആവശ്യം എഴുതി കാര്യം പറയുന്നതുമൊക്കെ ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകമാകും. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബന്ധു വിയോഗം മൂലം അല്പം ടെൻഷൻ അനുഭവിക്കേണ്ടതായി വന്നേക്കാം. ആഹാരത്തിൽ എന്തെങ്കിലും ഫുഡ് പോയ്സൺ ഒക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. സർക്കാർ കാര്യങ്ങളിൽ കുറച്ച് തടസ്സം വരും. പ്രതീക്ഷിച്ച കാര്യങ്ങൾ നടക്കാതെ വരുന്നത് വഴി അല്പം മാനസിക സംഘർഷമൊക്കെ വന്നേക്കാം. തൻ്റെ സംഭാഷണത്താൽ മറ്റുള്ളവരുടെ പ്രീതി നേടുന്നതിനുള്ള യോഗം കാണുന്നുണ്ട്. സുഹൃത്തുക്കളുടെ സഹായത്തോടുകൂടി കാര്യങ്ങൾ ഒരു നിവൃത്തി സ്ഥാനത്ത് വരുന്നതാണ്. ശാരീരിക ബുദ്ധിമുട്ടുകൾ അല്പം കുറഞ്ഞു വരും. പൊതുപ്രവർത്തകർ പ്രസംഗങ്ങളിലൊക്കെ നന്നായി ശോഭിക്കും. അതുപോലെ തന്നെ മേലധികാരികളുടെ പ്രശംസ പിടിച്ചു പറ്റുവാനായി സാധിക്കും. അവരുടെ വിശ്വാസ്യത ആർജിക്കുന്നതിന് വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ സാധിക്കും. മറ്റുള്ളവരുടെ നേട്ടങ്ങൾ പോലും സ്വന്തമാക്കിയെടുക്കുവാനായിട്ട് ശ്രമിക്കും. സ്ഥാനക്കയറ്റം ലഭിക്കും. ആരോഗ്യനില മെച്ചപ്പെടും. അതുവഴി സാമ്പത്തിക ഭദ്രതയും ഉറപ്പാവും. മൈത്രേയ മുഹൂർത്ത ദിവസമായതുകൊണ്ട്, ഇടവത്തിലെ അവസാനത്തെ മൈത്രേയ മുഹൂർത്തമായതുകൊണ്ട് അവനവൻ ഏറ്റവും അത്യാവശ്യം നടക്കേണ്ട ആവശ്യം ഒരു പേപ്പറിൽ എഴുതി 5:10 മുതൽ 6 മണി വരെയുള്ള സമയത്ത്, വൈകിട്ട് 5:10നും 6 മണിക്കും ഇടയിലുള്ള സമയത്ത് ആവശ്യം എഴുതി ഒരു നോട്ടും ഒരു തുട്ടും വെച്ച് പ്രാർത്ഥിക്കൂ. തീർച്ചയായും അടുത്ത മൈത്രേയ മുഹൂർത്തത്തിന് മുമ്പ് കാര്യം സാധിച്ചു കിട്ടും. കാര്യം സാധിച്ചു കഴിയുമ്പോൾ ആ നാണയവും ആ നോട്ടും ഏതെങ്കിലും ക്ഷേത്ര ഭണ്ഡാരത്തിൽ സമർപ്പിക്കുന്നതും നന്നായിരിക്കും. എല്ലാവരും ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുപ്രവർത്തകർക്ക് അവരവരുടെ കർമ്മരംഗത്ത് വിജയിക്കുവാനുള്ള എല്ലാവിധ സാധ്യതകളും തെളിഞ്ഞു വരുന്നു. വസ്ത്രം, സുഗന്ധദ്രവ്യങ്ങൾ എന്നിവ കച്ചവടം ചെയ്യുന്നവർക്ക് അഭിവൃദ്ധി ഉണ്ടാകും. ശാരീരിക പീഡനം കുറച്ച് വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഭിഷഗ്വരന്മാർക്ക്, അതായത് വൈദ്യർക്ക്, ഡോക്ടർമാർക്കൊക്കെ നല്ല അനുകൂല സമയമാണ്. സാമ്പത്തിക ലബ്ധിയും അംഗീകാരവും ഒരേപോലെ ലഭിക്കും. വ്യാപാരങ്ങളിലൊക്കെ ലാഭം വന്നു ചേരുവാനുള്ള കാര്യം ഉണ്ടാവും. വിജയസാധ്യത ഉറപ്പാണ്. അതുപോലെ തന്നെ കുടുംബത്തിൽ പ്രശ്നങ്ങളെയൊക്കെ സധൈര്യമായി നേരിട്ട് വിജയപ്രാപ്തിയിൽ എത്തിക്കാൻ സാധിക്കും. ഉദ്യോഗത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും മേലധികാരികളുടെ വിശ്വാസ്യത നേടിയെടുക്കുവാനും സാധിക്കും. അതുപോലെ കലാകാരന്മാർക്കൊക്കെ അനുകൂല സമയമാണ്. ലോഹപാത്ര കച്ചവടം ചെയ്യുന്നവർക്കൊക്കെ അനുകൂല സമയം വന്നു ചേരും. കലാകാരന്മാർക്ക് പുതിയ പുതിയ അവസരങ്ങൾ ലഭിക്കും. അതുവഴി അംഗീകാരവും ലഭിക്കും. എഴുത്തുകാർ അഭിനന്ദനങ്ങൾ നേടും. ആപത്തുകളൊക്കെ വരാതിരിക്കാനായിട്ട് വരാനിരിക്കുന്ന ആപത്തുകൾ മുൻകൂട്ടി മനസ്സിലാക്കി ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ച് അവയെ തരണം ചെയ്യുവാൻ ശ്രമിക്കുക. അതിൽ വിജയിക്കും. സിനിമ, സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും. പൊതുവെ അനുകൂലമായൊരു സാഹചര്യം വരുന്നതിന് രാശിനാഥനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഭദ്രകാളി അമ്മയും സുബ്രഹ്മണ്യ സ്വാമിയും പ്രാർത്ഥിക്കുന്നത് ശുഭഫലങ്ങൾ നൽകുന്നതാണ്.
മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ലോഹ വ്യാപാരികൾക്ക് വ്യാപാരത്തിൽ ഉയർച്ചയും ധനലാഭവും ലഭിക്കും. സർക്കാർ ജീവനക്കാർക്ക് അവരാഗ്രഹിക്കാത്ത സ്ഥലത്തേക്ക് ചിലപ്പോൾ സ്ഥലം മാറ്റം വന്ന അല്പം ശാരീരിക ബുദ്ധിമുട്ടുകളും മാനസിക ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടതായി വരും. കുടുംബം വിട്ടു താമസിക്കേണ്ടതായ സാഹചര്യം വരും. സന്താനങ്ങളുടെ ഭാഗ്യത്തിൽ സന്തോഷം അനുഭവിക്കാൻ യോഗം കാണുന്നു. ജ്യോതിഷത്തിലും ഈശ്വര കാര്യങ്ങളിലുമൊക്കെ താല്പര്യം ജനിക്കും. നല്ല സുഹൃത്തുക്കളാൽ കൂടുതൽ സന്തോഷം അനുഭവിക്കുവാനുള്ള സാഹചര്യം വന്നു ചേരും. സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നതിനാൽ ഗണപതി ഭഗവാന് നാളികേരം മുടയ്ക്കുന്നത് നന്നായിരിക്കും. കഷ്ടതകളെല്ലാം മാറിക്കിട്ടാൻ രാശിനാഥനായ വിഷ്ണുമായ സ്വാമി, ചത്തൻ സ്വാമി, അയ്യപ്പസ്വാമിയൊക്കെ പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം തൃപ്തികരമാകും. സാഹസ പ്രവൃത്തികളിൽ ഏർപ്പെടും. സന്താന യോഗത്തിനുള്ള യോഗം കാണുന്നു. പൊതുപ്രവർത്തകർ ജനവിരോധമൊക്കെ നേരിടാനുള്ള ഒരു അവസരം വന്നു ചേരും. അതിനെ അതിജീവിക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ കരുതിയിരിക്കണം. അതിരുന്നാലെ കലാകാരന്മാർക്ക് അംഗീകാരവും പ്രശസ്തിയും സമ്പത്തും വന്നു ചേരും. കമ്പ്യൂട്ടർ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ സാധിക്കും. ദൂരയാത്രയ്ക്കുള്ള യോഗം കാണുന്നു. മോശം കൂട്ടുകെട്ടുകൾ മൂലം കേസിലൊക്കെ പെടാനുള്ള സാധ്യതകൾ വന്നു ചേരും. അതുപോലെ തന്നെ വേണ്ടത്ര കരുതലോടുകൂടി ഏത് പ്രവർത്തനങ്ങളെയും വിശകലനം ചെയ്തതിന് ശേഷം മാത്രം കർമ്മരംഗത്ത് മറ്റുള്ളവരുടെ സഹായം തേടുവാൻ പാടുള്ളൂ. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമെന്ന് കരുതി മനസ്സ് വിഷമിക്കാനുള്ള സാഹചര്യം വരാതിരിക്കാൻ പ്രത്യേകം പ്രാർത്ഥന, ഉപാസനാമൂർത്തിയെയും കുടുംബ പരദേവതയും പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. ലോഹ വ്യാപാരം, പാത്രവ്യാപാരം, നിർമ്മാണം ഇവയിലൊക്കെ ഈ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂല സാഹചര്യം വന്നു ചേരും. എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുന്നതിന് രാശിനാഥനായ വിഷ്ണുമായ സ്വാമി, ചാത്തൻ സ്വാമി, ആഞ്ജനേയ സ്വാമി, ധർമ്മശാസ്ത്രവരെയൊക്കെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ സുബ്രഹ്മണ്യ സ്വാമിയെയും ഭദ്രകാളിയമ്മയെയും പ്രാർത്ഥിക്കുന്നതും പൗർണമി വ്രതമെടുക്കാൻ ശ്രമിക്കുന്നതും മൈത്രേയ മുഹൂർത്തത്തിൽ കാര്യം എഴുതി വയ്ക്കുന്നതുമെല്ലാം ഒരുപാട് ശുഭഫലങ്ങൾ നൽകുന്നതാണ്. മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സന്താനങ്ങളുടെ പ്രവൃത്തിയിൽ അല്പം മനപ്രയാസം വരാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് സന്താനങ്ങൾക്ക് വേണ്ടി വിഷ്ണു ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. ജോലി സ്ഥലത്തും ഗൃഹത്തിലുമൊക്കെ സന്തോഷവും സമാധാനവും നിലനിർത്തിക്കൊണ്ടുപോകാൻ നന്നേ പ്രയാസപ്പെടേണ്ടി വരും. രക്തസമ്മർദ്ദം ഉണ്ടാകും. അതിന് സമയത്ത് തന്നെ ഔഷധ സേവ ചെയ്യേണ്ടതാണ്. സ്വജനങ്ങളെ ശത്രുക്കളായി മാറാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് എല്ലാവരുമായിട്ടുള്ള വാഗ്വാദങ്ങൾ പരമാവധി ഒഴിവാക്കി ആത്മസംയമനത്തോടുകൂടി കാര്യങ്ങൾ സംസാരിക്കുക. അതുപോലെ തന്നെ ഭിന്നശേഷിയുള്ളവരുമായി, സാമ്പത്തിക ശേഷിയുള്ളവരുമായിട്ട് സംഘാതത്തിൽ ഏർപ്പെടുമ്പോൾ അവരുടെ ചതിയിൽ പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഉന്നതന്മാരുടെ സഹായ സഹകരണം എപ്പോഴും പ്രതീക്ഷിക്കാം. പെരുമാറ്റത്തിലും സംഭാഷണത്തിലും മറ്റുള്ളവരുടെ പ്രശംസ പിടിച്ചു പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കണം. രാഷ്ട്രീയക്കാർക്ക് അണികളുടെ എതിർപ്പ് നേരിടും. അതുകൊണ്ട് തന്നെ കീഴ്ജീവനക്കാരുടെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കി അവരുമായി ഒരു സമവായത്തിൽ എത്തുന്നത് നന്നായിരിക്കും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്തുവാനായി കുടുംബ പരദേവതയെ പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ സർക്കാർ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടത്തുന്നതിനായി ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും രാശിനാഥനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ദുർഗാദേവിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ശുഭ പര്യവസാനിയായി തീരുന്നതാണ്. മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. കാളിയമ്മയുടെയും സുബ്രഹ്മണ്യ സ്വാമിയുടെയും അനുഗ്രഹം 27 നക്ഷത്രക്കാർക്കും ഉണ്ടാവട്ടെ. ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഈ മൈത്രേയ മുഹൂർത്തത്തിൽ ഇഷ്ടകാര്യങ്ങളൊക്കെ എഴുതി സമർപ്പിക്കുന്നത് മൂലം എല്ലാവർക്കും ശുഭപ്രതീക്ഷകൾ ഉണ്ടാകും. എല്ലാം ഒരു ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.